ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും എണീറ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കുമാവില്ലേ? അപ്പോൾ ഞാനും ഇവിടെ എണീറ്റിട്ടേ ഉള്ളൂ. ഇനി എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി, ഒരു ദിവസത്തെ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവനെ എണീപ്പിക്കലാണ്. ഇതെൻ്റെ മോനാണ്, അവന് ഓൺലൈൻ ക്ലാസ് ഉള്ളതാണ്. അപ്പോൾ നാട്ടിൽ നമ്മളുടെ ഒരു സ്കൂളിങ്ങിൻ്റെ ടൈം അനുസരിച്ച് ഇവിടെ 6:30ക്കാണ് അവൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് അവനെ എണീപ്പിക്കൽ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവനൊക്കെ എണീപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഇനി അവനൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഞാനൊരു ടീ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവന് അതൊക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ബാക്കിയുള്ള റൂട്ടീനിലേക്ക് തിരിയാണ്. രാവിലെ തന്നെ പണി കിട്ടുകയെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് ശരിക്കും ഞാൻ പെട്ടൊരവസ്ഥയിലാണ്. കാരണം ഇന്നലെ ഒരു ഇച്ചിരി മടി പിടിച്ച കാരണം ഞാൻ ക്ലോത്ത്സുകളൊന്നും അലക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം ഞാൻ എൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് തീർക്കുകയാണ്. കാരണം ഈ ക്ലോത്ത്സുകളൊക്കെ കൊണ്ടുപോയി ഇനി അവിടെ കൊണ്ടുപോയിട്ട് ടെറസിൽ കൊണ്ടുപോയിട്ടിടണം. അപ്പോൾ അതും കഴിഞ്ഞ് ഞാൻ വേഗം എൻ്റെ കുക്കിംഗ് ഏരിയയിലേക്ക് തിരിയാണ്. ഞാൻ എപ്പോഴും എല്ലായിടത്തും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു കിച്ചൺ ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കിച്ചൺ ഏരിയ എനിക്ക് ഒട്ടും സ്യൂട്ടാവാത്തൊരു ഏരിയയാണ്. കാരണം കുക്കിംഗ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും സിൻസിയർ അല്ലാതെ വർക്ക് ചെയ്യുന്നൊരു ഏരിയ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കുക്കിംഗ് ഏരിയ തന്നെയായിരിക്കും. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പണി തീർക്കുക പോരുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുള്ളൂ മനസ്സിൽ. അപ്പോൾ അങ്ങനെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു, പെട്ടെന്ന് ക്ലീനിങ്ങും അതിൻ്റെ ബാക്കിയുള്ള ക്ലീനിങ്സൊക്കെ കഴിഞ്ഞ് ഇനിയാണ് എൻ്റെ കുറച്ച് റിലാക്സിങ് ടൈം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഒത്തിരി ടയേർഡാണ്. അങ്ങനെ ഒരു 5 minutes മാക്സിമം അത്രേ എടുക്കാറുള്ളൂ. ഒരു 5 minute റിലാക്സിന് ശേഷം ഞാൻ നിങ്ങളിനി കൊണ്ടുപോകാൻ പോകുന്നത് എൻ്റെ ലോകത്തേക്കാണ്. എൻ്റെ ലോകമെന്ന് ഞാൻ പറയാൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഡേയുടെ ഒരു ഹാഫ് വേണമെങ്കിൽ എന്ന് പറയാം ഞാൻ ഇവിടെ ആയിരിക്കാം സ്പെൻഡ് ചെയ്യാറുള്ളത്. അതിൻ്റെ ഇടയിൽ കുറച്ച് എൻ്റെ ഉറക്കം വരെ ഞാൻ കളയാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്നിരുന്നിട്ട് എനിക്ക് കൂടുതലായിട്ട് എനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു ഏരിയ ഇത് തന്നെ ആയിരിക്കും. എൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ്, അതുപോലെ തന്നെ ഡിസൈനിങ് വർക്ക്സുകൾ, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ ആ കുഞ്ഞു കാര്യങ്ങളിൽ ഒത്തിരി സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എൻ്റെ മൈൻഡ് ഒത്തിരി റിലാക്സ്ഡ് ആകുന്ന ഒരു ഏരിയ കൂടിയാണത്. പിന്നീട് ഞാൻ കൂടുതൽ ടൈം കണ്ടെത്താറുള്ളത് നമ്മളുടെ വീഡിയോ റെക്കോർഡിങ്, അതുപോലെ എഡിറ്റിങ് കാര്യങ്ങൾ, നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള സെർച്ചിങ്, അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് പിന്നീട് എൻ്റെ ഒരു ബിസി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. മാക്സിമം ബിസി ആയിട്ടിരിക്കാനാണ് ശ്രമിക്കാറുള്ളത്. കാരണം എനിക്ക് അതാണ് ഇഷ്ടം. വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് വെറുതെ നെഗറ്റീവ് തോട്ട്സുകളൊക്കെ കുത്തി നിറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഏത് നേരവും പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ബിസി ആയിട്ടിരിക്കാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേയുടെ ഒരു എൻഡിങ് പോർഷൻ എന്നൊക്കെ പറയുന്നത്. മാക്സിമം നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാവുമ്പോൾ നമ്മളും ഒത്തിരി ഹാപ്പി ആകും, നമ്മുടെ മൈൻഡ് ഒത്തിരി റിലാക്സ്ഡ് ആവും, നമ്മുടെ ലൈഫ് ഒത്തിരി ഹാപ്പി ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം.